കാലമാകെ പോറ്റിടും അർശിന്റെ നാഥനായിടും മാലിക്കുൽ മുൽക്കായ മുൽക്കേ ശൈഖനാ മടവൂർ വലി പാപികൾക്കത്താണിയായി കരുണയായി കാരുണ്യമായി പുല്ലിനും അസ്ലായ നൂറേ ശൈഖനാ മടവൂർ വലി രോഗികൾക്കാശ്വാസമേകും അശരണർക്കാലംബമായി സിറിനും സിറായ സിറേ ശൈഖനാ മടവൂർ വലി വെച്ചോളൂ കുൻ ഫയകൂനിൽ കുൻ 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 ഹുവ 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 മടവൂര് ഹുവ 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 മടവൂര് മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പടച്ചോൻ അറിയണേ 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക് 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക് 1000 ശംസുല്ലുലമക്ക് പകരം അജ്മീർ വരെ ഒന്നും പോകണ്ട. ഇവിടെ അടുത്ത് കല്ലമ്പലത്തിനപ്പുറത്ത് കടുവയിൽ പള്ളി, അതൊരു സിദ്ധൻ്റെ ഖബറാണ്. അവിടെ ആരാധന നടക്കുന്നു. അവിടെ വഴിപാടായി അർപ്പിക്കുവാനുള്ള നിലവിളക്കും വാഴക്കൊലയും കച്ചവടം അവിടെ എൻ്റെ പള്ളിയുടെ മുമ്പിൽ തന്നെ കെട്ടിത്തൂക്കിയിരിക്കുന്നു. അത് വാങ്ങി അവിടെ അർപ്പിക്കുവാനുള്ള ആളുകൾക്ക് വാങ്ങുവാനായിട്ട്. അപ്പോൾ ഒരു വശത്ത് വിഗ്രഹാരാധന നിഷിദ്ധമാണെന്ന് എന്ന് സിദ്ധാന്തിക്കുകയും മറുവശത്ത് വിഗ്രഹാരാധന പിൻവാതിലിൽ കൂടി ഇസ്ലാം മതത്തിനകത്ത് തന്നെ കയറി സ്ഥാനം പിടിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിഗ്രഹാരാധനയെ നിഷേധിക്കുവാൻ അത് നിഷിദ്ധമാണ് എന്ന് കരുതുവാൻ ഇതിൻ്റെയൊക്കെ വിത്ത് പാകിയത് ആരാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കുറേ മുസ്ലിംമാർ അതിനെതിരെ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷേ പൊന്നാര മുസ്ലിംമാരെ, ഇതിൻ്റെ ഈ വിഷയത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാതെ നിങ്ങളിങ്ങനെ അതിൻ്റെ വേരിറക്കാതെ അതിൻ്റെ മുരട് നോക്കാതെ നിങ്ങളിങ്ങനെ അതിൻ്റെ കൊമ്പുകൾ ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ വെട്ടാൻ തുനിഞ്ഞിട്ടൊരു കാര്യമില്ല. അടുത്തത് പൊടിക്കും. ഈ ചെങ്ങായിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം വീഡിയോ ഇറക്കി. പടച്ചോനാണെന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ ഇടപെട്ടു? വല്ല കാര്യം ഉണ്ടായോ? വല്ലതുണ്ടായോ? പുള്ളിക്ക് വല്ല മാറ്റം ഉണ്ടായോ? പുള്ളി പറയും. കാരണം അവർക്കിതിനുള്ള എല്ലാവിധ സപ്പോർട്ടുകളും കൊടുക്കുന്ന വലിയ കൊമ്പുകൾ ഇവിടെ ഉണ്ട്, വലിയ പടുമരങ്ങളുണ്ട്. ആ പടുമരങ്ങൾ ഇവിടെ എഴുതി വെച്ചു, പറഞ്ഞു വെച്ചു, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞിടത്തോളം വലിയ സുൽത്താനുലോലമകളുടെ സപ്പോർട്ടുകൾ വരണ്ട് എന്നുള്ളതാ. നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കണം. ഇപ്പോഴിതാ അവർ പുറത്തിറക്കുന്നു. അവരൊന്നുമില്ലാതെ കളിക്കല്ല. നിങ്ങളൊക്കെ വലിയ ആദരവോട് കൂടി കാണുന്ന വൈലത്തൂര് തങ്ങൾ പാപ്പ, ആ വൈലത്തൂര് തങ്ങൾ പാപ്പാന്റെ ഒരു വീഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മഹാന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട മഹാന്മാർ, ആ ചരിത്രം പരിശോധിച്ചാൽ CM-നോട് കടകമണിക്ക് പോലും തുല്യപ്പെടുന്ന ആളെ ഒരൊറ്റ ആളില്ല. അതാണ് അദ്ദേഹം പറഞ്ഞു, നിബിത്തിതായി ഉജൂദിൽ ആലമി അല്ലാന മിസിലി, എന്നോട് പറയാൻ ലോകത്തിന്റെ ഉത്ഭവകാലം മുതൽ എനിക്ക് തുല്യമായ ഒരാളില്ല കേട്ടോ, ഒരാളില്ല. ലോകോത്ഭവം മുതൽ ഇന്ന് വരെ അല്ലാന മിസിലി. അപ്പൊ ഞാൻ മിസിലി എന്ന് പറഞ്ഞപ്പോ ഹേ എന്ന് ഞാനും പറഞ്ഞു. അപ്പൊ നെഹി ഹേ. എന്താണ് ഇതിൽ അദ്ദേഹം പറയുന്നത്? അല്ലേ, ലോകമുണ്ടായ അന്ന് മുതൽ അദ്ദേഹത്തോളം ഈ ചിറ്റടി മീത്തലുള്ള അബൂബക്കർ സാഹിബിനോളം ഒരാൾ ഇവിടെ ലോകത്ത് ജനിച്ചിട്ടില്ല എന്നാ. അപ്പൊ പിന്നെ ഈ റസൂലുള്ളാഹിക്കും ബദരീങ്ങൾക്കും അതേപോലെ തന്നെ 1000 ശംസുൽ മക്കൾക്കൊക്കെ മെയ്തേണെന്ന് ഈ ചെക്കൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിങ്ങൾ എന്തിനാണ് ആ പയ്യനെതിരെ മാത്രം കൂടിയിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ നൗഷാദിന്റെ കൂടെയോ അല്ലെങ്കിൽ കുരുവട്ടൂരികളുടെ കൂടെ കൂടിയിട്ട് ഒരു കാര്യമില്ല. ഇതുപോലത്തെ പടുമരങ്ങൾ പടച്ചു വിടുന്ന വർത്തമാനങ്ങളാണ് ഇവർക്ക് ധൈര്യം പകരുന്നത്. നിങ്ങൾക്ക് എന്തേ മിണ്ടാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് മിണ്ടാൻ കഴിയാതെ പോകുന്നു? ഇവിടെയാണ് നിങ്ങളുടെ ഇരട്ടത്തപ്പ്. വലിയ വൻമരങ്ങൾ എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും ഒക്കെ ഒരു പ്രശ്നമില്ല. അല്ലേ, അവർ അള്ളാന്റെ റസൂലിന്റെ മേൽ പച്ചക്കള്ളം പറഞ്ഞാലും റസൂലുള്ളാഹിന്റെ മുടി ഇങ്ങനെ ഓരോ കൊല്ലും 1 സെന്റിമീറ്റർ ഒക്കെ നീളുന്നുണ്ടെന്ന് പറഞ്ഞാലും അള്ളാന്റെ റസൂലിനെ എത്ര താറടിക്കാൻ വേണ്ടി ശ്രമിച്ചാലും റസൂലുള്ളാഹിന്റെ പേരിൽ ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞു വരുത്തിയാലും അതിനൊന്നും എതിരെ നിങ്ങൾ ചെറുവിരൽ അനക്കാനോ ഒന്ന് സംസാരിക്കാനോ നിങ്ങൾ തയ്യാറല്ല. അല്ലേ, നൗഷാദ് ഹസനെ നിങ്ങളോട് തിരിച്ചു വയ്ക്കുന്നുണ്ട് ഒരു ചോദ്യം. ലോകം ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവർന്ന് അന്നത്തെ കുത്തുബായിരുന്ന മുഹീദ്ദീൻ ഷെയ്ഖിന് പറയാമായിരുന്നെങ്കിൽ ഇന്നത്തെ കുത്തുബായ CM മടവൂരിന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാന്ന ചോദ്യം. എന്താ മറുപടി പറയാം?
നിങ്ങളാണെങ്കിലോ ഈ CM-നെ കുറിച്ച് നിങ്ങളെ വലിയ പണ്ഡിതന്മാർ, ഇപ്പൊ ഇതിനെതിരെ ഒരു വീഡിയോ ഇറക്കിയ ഒരു മുസ്ലിം വരുന്നുണ്ട്. അയാൾ പറഞ്ഞത് CM മടവൂർ റളിയല്ലാഹു അൻഹു എന്നാ. ഏത് ഈ പാട്ടിറക്കിയവനെ എതിർത്തുകൊണ്ട് ഒരു മുസ്ലിം ഒരു വീഡിയോ ഇറക്കി. അതിൽ നിങ്ങൾ CM മടവൂരിനെ മുപ്പിനെ കുറിച്ച് പറഞ്ഞു നോക്കണേ. മടവൂർ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എങ്ങാനും ഇവന്മാരി പാടുന്നത് അവരുടെ മുമ്പിൽ കണ്ടിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ CM മടവൂരിനെ പരിചയപ്പെടുത്തുന്നത്. CM മടവൂര് ഖുത്ബുൽ ആലമല്ല എന്ന് വെട്ടി തുറന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? മുസ്ലിംമാരെ ഇയാൾക്കെതിരെ വീഡിയോ ഇറക്കിയ മുസ്ലിംമാരോട് മുഴുവൻ ചോദിക്കട്ടെ, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് CM മടവൂരല്ല എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇറക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഏതെങ്കിലും കേവലം ഒരു വിഷയത്തെ മാത്രം പിടിച്ചാൽ മതിയോ? നിങ്ങളൊക്കെ വിശ്വാസം CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്നാണ്. നിങ്ങളുടെ മുഴുവൻ വിശ്വാസം ഖുത്ബുൽ ആലമും ഖുത്ബുൽ അഖ്താബും CM മടവൂരാണെന്നാണ് അല്ലേ? CM മടവൂർ ഒന്ന് കണ്ണ് ചിമ്മിയാൽ ഇവിടെ ലോകത്തിന്റെ നിയന്ത്രണം തന്നെ തെറ്റുമെന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? അതല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് തുറന്നു പറയും, CM മടവൂർ ഖുത്ബുൽ ആലമല്ല അല്ലേ? നിങ്ങൾ അതിനെ വിശദീകരിച്ചത് ഖുത്ബുൻ ഫിൽ ആലം എന്നാ. ഇതിനെ നിങ്ങളെ കൊണ്ട് കഴിയുള്ളൂ. അപ്പൊ പിന്നെ വെറുതെ ആ കുട്ടികളെ ചെറിയ ഏതെങ്കിലും പയ്യന്മാരെ പിന്നാലെ മാത്രം കൂടിയിട്ട് കാര്യം നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത നിങ്ങൾ ഈ പറയുന്നതിലും വീഡിയോ ഇറക്കുന്നതിലും ഉണ്ടെങ്കിൽ ഈ തിന്മക്കെതിരെ നിങ്ങൾക്ക് ഈ വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞതിന് നിങ്ങൾ ഒരൊറ്റ ആള് വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞിട്ട് കുറെ കാലമല്ലോ, ഒരെണ്ണ വൈലത്തൂർ തങ്ങൾ പാപ്പക്കെതിരെ മുണ്ടാത്തെന്താ? ആ ജാതി തങ്ങളുപ്പാപ്പമാരാണ് ഈ മൊയ്ലിയമാർ കുട്ടികൾക്ക് ധൈര്യം കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ് അതില്? ലോകമുണ്ടായ അന്ന് മുതൽ ഈ പറയപ്പെടുന്ന ചിറ്റടി മീത്തലിൽ അബൂബക്കർ മുസ്ലിയാരെ പോലെ ഒരാൾ ലോകത്ത് വന്നിട്ടില്ല, ജനിച്ചിട്ടില്ല എന്നാ. എന്താണ് ഇപ്പൊ ഈ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ ചെറിയ കുട്ടികൾക്കെതിരെ മാത്രം തിരിഞ്ഞുകൊണ്ട് കാര്യമില്ല. പടുമരങ്ങൾ പടച്ചു വിടുന്ന പ്രൊപ്പഗണ്ടകളുടെ അതിനെ ഷറഹ് ചെയ്യുക, അതിനെ വിശദീകരിക്കുക, അല്ലെങ്കിൽ അതിന് വിശദീകരണം കൊടുക്കൽ മാത്രമാണ് ഈ കുട്ടികൾ ചെയ്യുന്നത്. മാത്രമല്ലോ വേറെ വലിയ ഉസ്താദ് പ്രസംഗിക്കണം നോക്കുകയാണ് നിങ്ങൾ. നബിതങ്ങൾ കൊടുക്കാത്ത ഒരു പദവി ഒരു വലിയനും ഉണ്ടാവില്ല. ഏതൊരു CM വലിയുള്ളാക്ക് റസൂലുള്ള കൊടുത്തതാണ് കുത്തുബിന്റെ പദവി എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് കിട്ടിയത് EK ഉമർ ഹാജിയുടെ പ്രിയപ്പെട്ട മക്കള് പറഞ്ഞത് എന്നോട്. EK ഉമർ ഹാജിയും CM വലിയുള്ളയും ഒരുമിച്ചാണ് ഹജ്ജിന് ഒരു കൊല്ലം പോയിട്ടുള്ളത്. അവരൊരുമിച്ച് മദീനയിൽ റൗള ഷരീഫിൽ ഇരിക്കുമ്പോ ഹബീബായ റസൂലുള്ളാനെ ഉണർവിൽ കണ്ട മഹാനാണ് CM മൂപ്പര്. ഉണർവിൽ കണ്ട മഹാനാണ്. അങ്ങനെ ഉണർവിൽ കണ്ട മഹാൻ തന്നെയാണ് മഹാനായ ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ്. അവരും മദീനയിൽ നിന്ന് ഉണർവിൽ കണ്ടവരാണ്. അത് മൂപ്പരെ പാട്ടിലുണ്ടല്ലോ, അത്ഭുതം കണ്ടു ഞങ്ങള് സന്തോഷത്തോടെ അൽ അമീനായ മുത്ത് ആവേശത്തോടെ ആവേശത്തോടെ 113 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 1000 ശംസുല്ലുലമക്ക് പകരം എന്റെ സ്വാഹിബിന്റെ രൂപം മതി നിങ്ങൾക്ക്. വലിയ ഇന്ന് AP സംസ്ഥയിൽ വലിയ സ്ഥാനവും ആദരവും ബഹുമാനമുള്ള പണ്ഡിതന്മാര് ഈ പറയപ്പെടുന്ന CM മടവൂരിനെ പോലുള്ള ആളുകളൊക്കെ നേർക്ക് നേരെ റസൂലുള്ളാഹിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. ഏത്? ഉറക്കത്തിലല്ല, സ്വപ്നത്തിലല്ല, നേരെ മദീനത്ത് കോലാണ്ട് പോകുമ്പോഴേക്ക് റസൂലുള്ള പുറത്തു കണ്ടു വന്നിട്ട് അവരെ നേരിട്ട് സംസാരിക്കാമെന്നാ. ഇത് പറയുന്നവർ വലിയ പണ്ഡിതന്മാരല്ലേ, സമസ്തയിൽ ഉന്നതമായ സ്ഥാനം വഹിക്കുന്നവരല്ലേ. അവരൊന്നും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അല്ലേ? ഇതേപോലത്തെ കുട്ടി മൊയ്ലിയമാര് പാട്ടിറക്കിയാലും അതേപോലെയുള്ളതിനെ മാത്രം പ്രതികരിക്കാൻ മാത്രം നിങ്ങൾ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആദർശത്തോടല്ല, നിങ്ങളുടെ ചില വിരോധങ്ങള് വിധേയത്വങ്ങളൊക്കെ വ്യക്തിപരമാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്നത്. ഹക്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് തുറന്ന് പറയുക, വെട്ടി തുറന്ന് പറയുക. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് വെട്ടി തുറന്ന് പറയുക. എന്താണ് പണ്ഡിത ലോകം നമുക്ക് പഠിപ്പിച്ചു തന്ന കറാമത്തുകൾ, എന്താണ് വിലായത്തുകൾ, എന്താണ് തസവ്വുഫ്? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. പണ്ഡിത ലോകം പഠിപ്പിച്ച അള്ളാന്റെ ഖുർആനിന്റെ ആയത്ത് തെളിവുദ്ധരിച്ച് പഠിപ്പിച്ച ഔലിയാക്കളും കറാമത്തുകളും ഉണ്ട്. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളുടെ കൂത്തരങ്ങളിൽ നിന്ന് ആളുകൾ മാറിയിട്ട് യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും പോകുന്നത് ഇവിടെ കാണേണ്ടി വരും. അതിനൊരു പരിധിവരെ. കാരണം ഈ രീതിയിലുള്ള കെട്ടുകഥകൾ പറഞ്ഞിട്ട് അബദ്ധ ജടിലമായ വിശ്വാസങ്ങൾ മറ്റുള്ള ഈ ബഹുദൈവാരാധനകളെക്കാളും മോശമായ രീതിയിലല്ലേ നിങ്ങൾ ഈ പറയപ്പെടുന്ന കേവലം ഈ ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ ദൗത്യം നിർവഹിക്കാൻ ചങ്കൂറ്റത്തോടുകൂടെ മുന്നോട്ട് വരാൻ തയ്യാറാവുക, അതിലെ അർത്ഥമുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ പൊന്തമ്മ തല്ലിയോണ്ടൊന്നും ഒരു കാര്യമില്ല. അടിസ്ഥാനം, ആ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ചർച്ച നടക്കട്ടെ. അത് പണ്ഡിത ലോകത്ത് ചർച്ച നടക്കട്ടെ. അതിനൊക്കെ മുഷാവറ കൂടി നിങ്ങൾ ആ വിഷയത്തിൽ തീരുമാനം വരട്ടെ. എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയാൻ പാടില്ല.
ഇന്നതിൽ ഇന്ന ആളുകൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്, അത് ആവർത്തിക്കുകയല്ല സുന്നത്ത് ജമാഅത്ത് ചെയ്യേണ്ടത്. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുകയാണ്. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ശൈലി. അതാണ് പണ്ഡിത ലോകം സ്വീകരിച്ചത്. മദ്ഹബിന്റെ ഇമാമിങ്ങൾ സ്വീകരിച്ച നിലപാടതാണ്, മുൻഗാമികൾ സ്വീകരിച്ച നിലപാടതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ചങ്കൂറ്റവും തയ്യാറെടുപ്പും ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാതെ പൊന്തമ്മ തല്ലിയോണ്ട് മാത്രം മുസ്ലിംമാരങ്ങൾ എത്ര വീഡിയോ ഇറക്കിയിട്ടും കാര്യമില്ല. ഇവൻ ഈ പറഞ്ഞ ആള് ആദ്യം കുത്തുബാണെന്ന് പറഞ്ഞു, പിന്നെ പടച്ചോനാണെന്ന് പറഞ്ഞു, പിന്നെ മൂപ്പരെ പോലെ വേറെ ആരും ഇല്ലാന്ന് പറഞ്ഞു. ഇനി അതിനപ്പുറത്തേക്ക് മൂപ്പരല്ലാതെ വേറൊരു ലോകമില്ലാന്ന് വരെ പറയുന്ന കോലത്തിലേക്കൊക്കെ വരും. അപ്പൊ അന്ന് നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇറക്കി നിങ്ങളെ കാലം കഴിക്കാന്നല്ലാണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. മറിച്ച് ഇതിന്റെ വേരിനെ ചികിത്സിക്കാൻ, ഈ വാദങ്ങളുടെ അടിസ്ഥാനത്തെ ചികിത്സിക്കാൻ, ഇത് പടച്ചുവിടുന്ന വലിയ തലമുതിർന്ന തലതൊട്ടപ്പന്മാരുടെ വാദങ്ങളെ നിരാകരിക്കാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാതെ വന്നാൽ ഒരു കാര്യമില്ലാതെ പോകും. അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഞാൻ അതിനെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.